നമസ്കാരം. അംശുമ്പയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാനഗരത്തിലെ വിവിധ ഇടങ്ങളിലായി നടന്ന പൊങ്കാല മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മഹാനഗരത്തിലെ മൈതാനങ്ങളെ യാഗശാലയാക്കി ആയിരങ്ങൾ പൊങ്കാല സമർപ്പിച്ചു. മുംബൈയിൽ അമർനാഥ് ശ്രീനാരായണ ഗുരുനഗർ നവരെ പാർക്കിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ ജാതിമത ഭാഷഭേദമന്യേ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭാരതത്തിൽ സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അത് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുവാനും ആരുടെയും നിർദ്ദേശങ്ങളും ആരുടെയും പ്രഷർ കമ്പൽസറിയും കൂടാതെ തന്നെ ചെയ്യുന്ന ഒരു മഹാ പൂജയാണ് ഈ ആറ്റുകൾ പൊങ്കാല. ആറ്റുകാലമ്മയുടെ തിരുവിഗ്രഹം ബദലാപൂർ രാമദാസാശ്രമത്തിൽ നിന്നും ചെണ്ടമേളത്തോടെയും താലപ്പൊലിയുടെ അകമ്പടിയോടെയും എഴുന്നള്ളിച്ച് കൊച്ചുകാവിലുള്ള ശ്രീരാമക്ഷേത്രത്തിലും അവിടെ നിന്നും ശ്രീനാരായണ ഗുരുമന്ദിരത്തിലും എത്തിച്ചേർന്നു. വാദ്യമേള ഘോഷയാത്രയോടെ ആറ്റുകാലമ്മയുടെ പൊങ്കാല സമർപ്പണ സമയത്ത് തന്നെ ബദലാപൂരിലെ ശ്രീരാമദാസ ആശ്രമത്തിലെ ബ്രഹ്മശ്രീ കൃഷ്ണാനന്ദ സരസ്വതി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടുവാൻ കഴിയാത്ത ഭക്തർക്ക് നഗരത്തിൽ സംഘടിപ്പിച്ച പൊങ്കാല മഹോത്സവങ്ങൾ അനുഗ്രഹമായി. ഈ വർഷവും ഏതാണ്ട് 500-ൽ പരം സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. എല്ലാ കൊല്ലവും 500, അതിനും അപ്പുറം 600, 700 അത്രയും വരാറുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും സ്ത്രീകൾ വന്ന് പൊങ്കാല സമർപ്പിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കൂടാതെ ഇവിടെ നിന്ന് മാത്രമല്ല, ഇത് പരിസരവാസങ്ങളെല്ലാം വരുന്നുണ്ട്. അനുഗ്രഹത്താൽ മറ്റുള്ള സഹോദരന്മാർക്ക് അവരുടെ ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ ഈ 9ാമത് പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നത്. ആറ്റുകാലമ്മയെ മനസ്സാ സ്മരിച്ച് പൊങ്കാലയെടുപ്പിന് തിരികൊളുത്തുമ്പോൾ ദേവീ കീർത്തനത്താൽ പവിത്രമാകുകയായിരുന്നു പരിസരവും. പോയി പൊങ്കാല സമർപ്പിക്കാൻ പറ്റാത്ത അവർക്ക് കൂടി ഇത് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ്. 9ാമത്തെ പൊങ്കാല മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാട്ടിലെ നമ്മുടെ അമ്മ സഹോദരിമാർ പൊങ്കാല ഇടുന്ന അതേ സമയം അതേ ദിവസം മറുനാടൻ മലയാളികളായ ഞങ്ങൾക്ക് ഇവിടെ പൊങ്കാല ഇടാൻ. കലികാല രക്ഷകയും ആശ്രിത വത്സലയും അന്നപൂർണേശ്വരിയുമായ ആറ്റുകാലമ്മയുടെ ഇഷ്ടവഴിപാടാണ് പൊങ്കാല. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാരയെടുപ്പിൽ മേൽശാന്തി അഗ്നി പകർന്ന സമയത്ത് തന്നെയാണ് മുംബൈയിലും അതേ ചിട്ടവട്ടങ്ങളോടെ തിരിപകർന്നത്. ഒരു വലിയ ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ആറ്റുകാൽ പൊങ്കാല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദിസ് ഈസ് റിയലി വെരി ഗുഡ്. ഞാൻ നാട്ടിൽ ഏതാണ്ട് 25 വർഷത്തോളം പൊങ്കാല ഇടാറുണ്ട്. എല്ലാ വർഷവും പോയി ഇടാറുണ്ട്. ഇപ്പം ഇത് മുംബൈയിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. വിശ്വാസത്തിന്റെ അഗ്നിയിൽ മനസ്സർപ്പണത്തിന്റെ നൈവേദ്യം പാകപ്പെട്ടു തുടങ്ങിയതോടെ ആയിരങ്ങൾ ഭക്തി നിർവൃതിയിൽ ആറാടി. നൂറുകണക്കിന് ഭക്തരുടെ പ്രാർത്ഥനയും സമർപ്പണവും ഒത്തുചേർന്നപ്പോൾ മഹാനഗരത്തിലെ മൈതാനങ്ങളും യാഗശാലയായി മാറി. ഇപ്രാവശ്യം എനിക്കൊരു സന്തോഷം കൂടുതലുണ്ട്. എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇവിടെ വരാറുണ്ടായിരുന്നെങ്കിലും ഇതുവരെ പൊങ്കാല കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ് കേട്ടറിയും മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇവിടുത്തെ പൊങ്കാല കാണുന്നത്. 2 ദിവസം ഇത്രയും ദിവസത്തെ ആഘോഷം കണ്ടിട്ട് അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. ഞങ്ങളുടെ നാട്ടിൽ പൊങ്കാലയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ അമർനാഥ് പൊങ്കാല. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ വിവിധ പ്രായക്കാരും ഭാഷക്കാരുമായ സ്ത്രീജനങ്ങൾ ഒരേ മനസ്സോടെയാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചത്. ഹൈദരാബാദ് इधर आके 10 साल हो गया. अभी 4 साल से मैं करती हूँ. बहुत अच्छा लगता है. ഇവിടെ പല പല ഭാഷയിലുള്ള ആൾക്കാരും എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയം കൂടിയാണ്. ഇതിൽ നമ്മളല്ലാണ്ട് തന്നെ വേറെ ആൾക്കാർക്കും എന്താണ് പൊങ്കാല, എന്താണ് ആറ്റുകാൽ ദേവി, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതറിയാനും അതറിഞ്ഞിട്ട് ഇവിടെ എല്ലാം വർഷം വരുന്നവരും കുറേ പേര് പഠിക്കുന്നത്. ഭയങ്കര ടെൻഷൻ ഉണ്ട്. പക്ഷെ അമ്മ പറഞ്ഞ കാരണം ഇന്ന് ഈ പ്രാവശ്യം പൊങ്കാലിട്ടത്. ഉയർന്നു പൊങ്ങുന്ന ധൂമപാളികൾ മനസ്സിന്റെ നിറവ് മൺകലങ്ങളിൽ തിളച്ചു തൂകുന്നു. അരിയും ശർക്കരയും പഴവും നെയ്യും കൊണ്ടുണ്ടാക്കിയ പൊങ്കാല നിവേദ്യം ദേവിക്ക് സമർപ്പിച്ച് സായൂജ്യമടയുന്ന നിമിഷങ്ങൾ. ദ്രാവിഡ ജനതയുടെ ആചാരവിശേഷമാണ് പൊങ്കാലയെങ്കിലും കേരളത്തിന്റെ തെക്കൻ നാടുകളിൽ മാത്രം ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്ന പൊങ്കാല മറുനാടുകളിൽ കൂടി വ്യാപിക്കുന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഈ പൊങ്കാല മഹോത്സവം. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാറുണ്ട്. ഇപ്പൊ എനിക്കിപ്പം മോളുടെ കല്യാണത്തിന് വേണ്ടി അവളെ കൊണ്ടാണ് ഇപ്പൊ എടുപ്പിക്കുന്നത്. സമൂഹ പൊങ്കാല ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഒരു മഹായജ്ഞമായിട്ടാണ് അവർ കാണുന്നത്. പ്രായമോ ജാതിയോ ഭാഷയോ ഇല്ലാതെ ആധ്യാത്മിക വിശുദ്ധി കണ്ടറിയാനും പങ്കുചേരാനും എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. मला या कार्यक्रमामध्ये सहभाग घेऊन आनंद वाटतो. मनाची म्हणजे काय श्रद्धा असली, आपण देवाला जर सांगितले आपल्या मनाच्या इच्छा, तर जवळजवळ पूर्णच होतात. माझ्या बेटी के लिए मन्नत की है. मेरा बेटी बीमार वाला है, तो 9 years हो गया. अभी ठीक है, उसको उसका शादी होने तक
മൺകലത്തിലെ തിളച്ചുമറിയുന്ന നൈവേദ്യം പുറത്തേക്കൊഴുകി അഗ്നിക്ക് സ്വയം സമർപ്പിക്കുന്ന ധന്യമുഹൂർത്തത്തിൽ ദേവീമന്ത്രവും കുരവേടലുമായി പരിസരമാകെ ഭക്തിസാന്ദ്രമാവുന്നു. ബ്രഹ്മശ്രീ കൃഷ്ണാനന്ദ സരസ്വതി, ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ആൻഡ് റീജിയണൽ ഹെഡ് മഹേഷ് എന്നീ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കുടുംബസമേതം ഇവിടെ വന്ന് പങ്കെടുക്കാനും ഈ ഒരു വലിയ യജ്ഞത്തിൽ പങ്കെടുക്കാനും സാധിച്ചത് അതിയായ സന്തോഷമുണ്ട്. ഓരോ വർഷവും കൂടി വരികയാണ്, അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പൂനെ, പനുവേൽ, വാശി, വിരാർ, നാസിക്, കല്യാൺ എന്നിവിടങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നത്. 4-5 കൊല്ലം ഇടുന്നു, പക്ഷെ ഇത് ഈ പ്രാവശ്യം എനിക്ക് അമ്പലത്തിന് മുമ്പിൽ നിന്ന് ഇടാൻ കിട്ടിയ അതൊരു വലിയ ഭാഗ്യം. ദേവിക്ക് നിവേദ്യം സമർപ്പിക്കാൻ അടുത്ത വർഷവും എത്തണമെന്ന വിശ്വാസത്തോടെയാണ് നിറഞ്ഞ മനസ്സോടെ ഇവരെല്ലാം മടങ്ങുന്നത്. ആറ്റുകാലമ്മയുടെ തിരുനടയിലിരുന്ന് പൊങ്കാല സമർപ്പിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത മുംബൈയിലെ ആയിരക്കണക്കിന് സ്ത്രീകളാണ് മഹാനഗരത്തിൽ പൊങ്കാലയിട്ട് മനം നിറച്ചത്. നാടിന്റെ വികസനം വിദ്യാഭ്യാസത്തിലൂടെ എന്ന സന്ദേശം പകർന്നാടി ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരായ മലയാളി സ്ഥാപനമാണ് ഡോംബിവിലി ആസ്ഥാനമായ ഹോളി ഏഞ്ചൽസ് സ്കൂൾ. കുരുന്നുകൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെ കാഴ്ചവെച്ച കലാപ്രകടനങ്ങൾ അച്ചടക്കം മുഖമുദ്രയാക്കിയ സ്കൂളിന് മറ്റൊരു പൊൻതൂവലായി. മുംബൈയിലെ മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന മലയാളി പ്രസ്ഥാനമാണ് ഡോംബിവിലിയിലെ ഹോളി ഏഞ്ചൽ സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ്. സ്കൂൾ ഡയറക്ടർ ഉമ്മൻ ഡേവിഡിന്റെയും മാനേജിംഗ് ട്രസ്റ്റി ലീല ഉമ്മന്റെയും പ്രിൻസിപ്പൽ ബിജോയ് ഉമ്മന്റെയും നേതൃത്വമാണ് അച്ചടക്കമുള്ള യുവതലമുറയെ വാർത്തെടുക്കുവാനും നാടിന്റെ വികസനത്തിന്റെ ഭാഗമാക്കുവാനും ഈ വിദ്യാലയത്തെ പ്രാപ്തമാക്കുന്നത്. ഹോളി ഏഞ്ചൽ സ്കൂളിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷം ഉത്സവ പ്രതീതിയോടെയാണ് അരങ്ങേറിയത്. മുഖ്യാതിഥിയെത്തിയ MP ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വിശിഷ്ടാതിഥി ഡോംബിവിലി മുനിസിപ്പാലിറ്റി മേയർ വിനീത റാണെ, മാൻപാട പോലീസ് ഇൻസ്പെക്ടർ മാരുതി അന്താലെ, ഡോക്ടർ ഉമ്മൻ ഡേവിഡ്, ലീല ഉമ്മൻ, ബിജോയ് ഉമ്മൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വൻ കുതിപ്പിനൊതുങ്ങുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടതെന്നും അതിന് അധ്യാപകർ ശ്രദ്ധിക്കണമെന്നും ശ്രീകാന്ത് ഷിൻഡെ തന്റെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി. All your teachers should also be upgraded with all these new technologies so that they can cope up with the students. Initially it was all dependent on teachers. How teachers teach students, but it's reverse way. Now the students are going ahead of teachers. But आज या सगळ्या गोष्टींमध्ये जरी असलं या सगळ्या गोष्टी तरी आज आपण विद्यार्थी आणि शिक्षक जर चांगल्या प्रकारे आपण आपल्या स्वतःला अपग्रेड करून घेतलं तर येणाऱ्या काळामध्ये एक चांगला विद्यार्थी या देशाला एक चांगलं नेतृत्व आणि प्रत्येक क्षेत्रामध्ये चांगलं काम करणारा एक व्यक्ती आपल्याला नक्कीच या शाळेमधून मिळेल. ജൂനിയർ കോളേജിൽ എത്തി നിൽക്കുന്ന ഹോളി ഏഞ്ചൽസ് ഡിഗ്രി കോളേജായി ഉയർന്ന് ഈ മേഖലയിൽ കൂടുതൽ മികവുറ്റ സേവനങ്ങൾ പ്രദാനം ചെയ്യണമെന്നും MP കൂട്ടിച്ചേർത്തു. സ്ഥാപക പ്രിൻസിപ്പൽ ഡോക്ടർ ഉമ്മൻ ഡേവിഡിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സേവനങ്ങളെ അഭിനന്ദിക്കുവാനും അദ്ദേഹം മറന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത് മികവുറ്റ സേവനങ്ങൾക്ക് ബ്രിട്ടീഷ് പാർലമെന്റ് ഹൌസിൽ നിന്നും മഹാത്മാഗാന്ധി പുരസ്കാരം ലഭിച്ച ഡോക്ടർ ഉമ്മൻ ഡേവിഡ്, ലീല ഉമ്മൻ ദമ്പതികളെ MP ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെ ആദരിച്ചു. സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ദൃശ്യവിരുന്നൊരുക്കി. കുരുന്നുകളുടെ തിളക്കമാർന്ന പ്രകടനങ്ങളെ പ്രകീർത്തിച്ചാണ് മേയർ വിനീത റാണെ സംസാരിച്ചത്. सगळ्या टीचर्सना, पालकना आणि मुलांचं अभिनंदन करते, कारण एवढ्या सगळ्यांना आपण प्लॅटफॉर्म देता तुम्ही आणि चांगले विद्यार्थी घडवता. കുട്ടികളെ ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായി വളർത്തുവാനും അവരിൽ സഹിഷ്ണുതാശീലം വളർത്തിയെടുക്കുവാനും അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ഉമ്മൻ ഡേവിഡ് രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തി. Parents have got a tremendous role to play in the education of their children at home. Some parents are thinking that education is taking place only in schools. No. Education is a lifelong process and parents are the first teachers and home is the first school. That way you have to groom. Don't leave everything on the shoulder of the teacher, but you too have to do something for that. വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം നല്ല പൗരന്മാരെ വാർത്തെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിന്റെ പുരോഗതിയിൽ സന്തുഷ്ടനാണെന്നും ഡോക്ടർ ഉമ്മൻ ഡേവിഡ് വ്യക്തമാക്കി. Every year we are getting very, very good result at the SSC examination. SSC examination continuously for the 16th time we are getting 100% result for the institution. വിവിധ ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ചവരെയും നാഷണൽ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ വിജയിച്ചവരെയും അനുമോദിച്ചു. മന്ദിരസമിതിക്ക് സ്വപ്ന സാക്ഷാത്കാരം. ഉൽവയിൽ ശ്രീനാരായണ ഗുരു ഇന്റർനാഷണൽ സ്കൂളിന്റെ ഭൂമിപൂജ നടന്നു. ശ്രീനാരായണ മന്ദിരസമിതിയുടെ നവി മുംബൈയിലെ സ്വപ്ന പദ്ധതിക്കാണ് ഉൽവയിൽ ആരംഭം കുറിച്ചത്.
മന്ദിരസമിതിയുടെ വാർഷികാഘോഷത്തിലും നവി മുംബൈയിലെ ഉൽവയിൽ പുതിയ സ്കൂൾ നിർമ്മാണത്തിനായി വാങ്ങിയ സ്ഥലത്തിന്റെ ഭൂമിപൂജയിലും പ്രദേശവാസികളടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. ശ്രീനാരായണ മന്ദിരസമിതിയുടെ ഗുരുധർമ്മ പ്രചാരണ വഴിയിലെ മറ്റൊരു നാഴികക്കല്ലാണിതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ശിവഗിരി മഠം ഖജാൻജി സ്വാമി ശാരദാനന്ദ പറഞ്ഞു. ഗുരുദേവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് വിദ്യാഭ്യാസത്തിനായിരുന്നു. ഗുരുദേവൻ എവിടെയെല്ലാം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആ ക്ഷേത്രങ്ങളോടനുബന്ധമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും സ്ഥാപിച്ചിരുന്നു. അന്ന് ഏറ്റവും ചെറുതായി തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പലതും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൈവരിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഉൽവയിലും പദ്ധതിക്ക് തുടക്കമിടുന്നതെന്ന് ചെയർമാൻ MI ദാമോദരൻ വ്യക്തമാക്കി. നിലവാരമുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ഫീസിൽ ഉറപ്പാക്കുകയും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയുമാണ് മന്ദിരസമിതിയുടെ വിദ്യാഭ്യാസ നയമെന്ന് പ്രസിഡന്റ് N ശശിധരൻ വിശദീകരിച്ചു. നവി മുംബൈയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കും ആധുനിക സംവിധാനങ്ങളോടെ പൂർത്തിയാക്കുവാനിരിക്കുന്ന ഉൽവയിലെ പദ്ധതിയെന്ന് സെക്രട്ടറി NS സലിം കുമാർ പറഞ്ഞു. ഭൂമിപൂജയോടൊപ്പം അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്ന പ്ലേ സ്കൂൾ ലിറ്റിൽ ബ്ലൂമിന്റെ ഉദ്ഘാടനവും നടന്നു. നിരവധി സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. 7ാം മലയാളോത്സവത്തിന് മുംബൈയിൽ പരിസമാപ്തി. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് മേഖലാതലങ്ങളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലയാള ഭാഷാ പ്രചരണ സംഘത്തിന്റെ 7ാം മലയാളോത്സവ സമ്മേളനം വിവിധ മേഖലകളിലായി നടന്നു. കാശ്മീരിലെ ചാവേർ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ജവാന്മാർ, അകാലത്തിൽ വിട ചൊല്ലിയ മുംബൈ ഗായിക ദേവിക അഴകേശൻ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ബാന്ദ്ര മുതൽ ദഹിസർ വരെയുള്ള പശ്ചിമ മേഖലയുടെ സമാപന ചടങ്ങ് ബോരിവിലി സെന്റ് ജോൺസ് സ്കൂൾ ഹാളിൽ നടന്നു. മേഖലാ മലയാളോത്സവം ചെയർമാൻ ഡോക്ടർ സുരേഷ് നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ ബാലകൃഷ്ണൻ T മുഖ്യാതിഥിയായിരുന്നു. ലോക കേരള സഭാംഗം PK ലാലി വിശിഷ്ടാതിഥിയായിരുന്നു. കല്യാൺ ഡോംബിവലി മേഖലയുടെ സമാപന ചടങ്ങ് ഹോളി ഏഞ്ചൽസ് സ്കൂളിൽ നടന്നു. ഹോളി ഏഞ്ചൽസ് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ ഡേവിഡ് വിശിഷ്ടാതിഥിയായ ചടങ്ങ് സാഹിത്യകാരൻ G വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക കായിക മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മലയാള ഭാഷാ പ്രചാരണ സംഘം. കല്യാൺ ഡോംബിവലി ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നു. അത് സജീവമായി പ്രാവശ്യം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. മലയാള ഭാഷാ മേഖലാ പ്രസിഡന്റ് പ്രസന്ന ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി സൂരജ്, കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജീവൻ രാജൻ, കൺവീനർ PP ബാബുരാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മേഖലയിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവരെ അനുമോദിച്ചു. മേഖലയിലെ കലാകാരന്മാർ തയ്യാറാക്കിയ അവതരണ ഗാനവും ഗാനമേളയും ചടങ്ങിന് മിഴിവേകി. എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി എല്ലാ ബുധനാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈലി ടിവിയിൽ.